സ്വാമി സച്ചിദാനന്ദ, ഈ ചർച്ചയ്ക്ക് ആധാരമായ കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ. ഇന്നിപ്പോൾ ജി സുകുമാരൻ നായർ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ താങ്കളെ എടുത്തു പറഞ്ഞു വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലെ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നത്. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. ഉടുപ്പിട്ട് പോകാവുന്ന ക്ഷേത്രം, ഷർട്ട് അഴിച്ചു പോകാവുന്ന ക്ഷേത്രം എന്നിങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ സ്വാമി ആരാണിതിൽ പ്രതികരിക്കാൻ എന്നുകൂടി അദ്ദേഹം ചോദിക്കുകയാണ്. എന്താണ് മറുപടി? ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിലെ ഒരു അംഗമാണ്. ശ്രീനാരായണ ദർശനമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകമായ വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ജാതി മത ദേശ ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന തത്വദർശനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം. ആ തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിൽ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ശിവഗിരി മഠത്തിന് ഗുരുദർശനത്തിൻ്റെ വെളിച്ചത്തിൽ അഭിപ്രായമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ക്ഷേത്രങ്ങളിലെ മേൽവസ്ത്രം കൂടാതെ പ്രവേശിക്കുക എന്നുള്ളത് ഒരു ദുരാചാരമായിട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം, ശ്രീനാരായണ പ്രസ്ഥാനം കാണുന്നത്. ഗുരു സ്ഥാപിച്ച അരുവിപ്പുറം, ശിവഗിരി, ആലുവ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ, ശിവഗിരി മഠത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും ഉടുപ്പ് ഊരേണ്ട ഒരാവശ്യവുമില്ല. അവിടുത്തെ ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവുമില്ല. കൂടുതൽ ജലപങ്കാളിത്വം ഇവിടെയെല്ലാം ലഭിക്കുന്നുമുണ്ട്. എന്തിനധികം ശബരിമലയിൽ പോലും ഉടുപ്പിട്ട് പ്രവേശിക്കാം. അതുകൊണ്ട് അവിടെയുള്ള ദൈവിക ശക്തിക്ക് ഒരു കുറവ് വന്നുവെന്ന് ആരും പറയില്ല. കേരളം വിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഉടുപ്പ് മാത്രമല്ല, അതിനുള്ളിലുള്ള ഉടുപ്പും അതിനകത്തുടുപ്പും ധരിച്ച് ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ തന്നെ കയറി വിഗ്രഹത്തിൽ സ്പർശിച്ച് അഭിഷേകവും നിവേദ്യവും ഒക്കെ സമർപ്പിക്കാം. അവിടെയൊന്നും ദൈവ ചൈതന്യത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. കേരളത്തിലും പല ക്ഷേത്രങ്ങളിലും ഉടുപ്പിട്ട് കയറാം. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറാൻ പാടില്ല. അത് ഒരു ദുരാചാരമാണ്. അത് ദൂരീകരിക്കപ്പെടണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ശ്രീ സുകുമാരൻ നായരുടെ അഭിപ്രായം എന്നത് മറ്റു മതങ്ങളെ സംബന്ധിച്ച് ഇങ്ങനൊരു അഭിപ്രായം പറയുമോ, ശിവഗിരി മഠം പറയാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഹിന്ദുമതത്തിൽ ഉള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ദുരാചാരത്തെക്കുറിച്ചാണ്. ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഇതേപോലെ ദുരാചാരങ്ങളുണ്ട് എങ്കിൽ ആ ദുരാചാരങ്ങൾ ദൂരീകരിക്കുവാൻ ആ മതത്തിൻ്റെതായ ആചാര്യന്മാർ, ഗുരുക്കന്മാർ കൂടുതലായി ഉപദേശങ്ങൾ നൽകേണ്ടതാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ക്രൈസ്തവ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരോട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ദേശകാലോചിതം കർമ്മധർമ്മമിത്യഭിധീയതേ. ദേശത്തിനും കാലത്തിനും അനുസൃതമായി കർമ്മത്തെയും ധർമ്മത്തെയും കർമ്മധർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. മഹാഗുരുക്കന്മാർ നിർവഹിക്കുന്നത് അക്കാര്യമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നിർവഹിച്ച ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് 1000 ആണ്ടുകളായി നിലനിന്നിരുന്ന വലിയൊരു മാമൂലിന്റെ ലംഘനമായിരുന്നു. ക്ഷേത്രത്തിൽ ദർശനം പാടില്ല, ക്ഷേത്രം സ്ഥാപിക്കാൻ പാടില്ല, പ്രതിഷ്ഠ നടത്താൻ പാടില്ല. അങ്ങനെയുള്ള ദുരാചാരങ്ങളെല്ലാം ഗുരു ദൂരീകരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ആശ്രമങ്ങളും മഠങ്ങളും സ്ഥാപിക്കുകയും അതിനോട് ചേർന്ന് സന്യാസി സംഘവും അതേപോലെ ശാന്തിക്കാരുടെ പരമ്പരയും എല്ലാം വാർത്തെടുത്ത് ഗുരുവിൻ്റെ ആ രീതിയിലുള്ള പ്രവർത്തനം അത് ഭ്രാന്താലയമായിരുന്ന രാജ്യത്തെ തീർത്ഥാലയമാക്കി മാറ്റുവാൻ സഹായകമായി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.